തൊഴിലാളി വർഗത്തിന്റെ പ്രിയപ്പെട്ട നേതാവും പീരുമേട് മുൻ MLA-യുമായിരുന്ന വാഴൂർ സോമന്റെ ഒന്നാം ചരമവാർഷിക ദിനം പീരുമേട്ടിൽ ആചരിച്ചു. വാഴൂർ സോമൻ എല്ലാവരുടെയും ക്ഷേമത്തിനും നന്മയ്ക്കുമായി നിലകൊണ്ട ജനകീയ നേതാവായിരുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു വാർഷിക ദിനത്തിലെ ചടങ്ങുകൾ. നാടിന്റെ നാനാ തുറകളിൽ നിന്നുള്ള തൊഴിലാളികളും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും വൻതോതിൽ ഒഴുകിയെത്തിയതോടെ അനുസ്മരണ ദിനം അപൂർവമായൊരു സൗഹൃദ സംഗമ വേദിയായി മാറി. വാഴൂർ സോമൻ സ്മൃതി മണ്ഡപത്തിൽ നടന്ന വൈകാരികമായ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് HEL യൂണിയൻ പ്രസിഡന്റ് M. ആന്റണി സ്മൃതി മണ്ഡപത്തിൽ രക്തപതാക ഉയർത്തി. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് താവം ബാലകൃഷ്ണൻ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. സോമന്റെ ജീവിതം തന്നെ ഈ തൊഴിലാളിക്ക് വേണ്ടി അർപ്പിതമായിട്ടുള്ള ഒരു ജീവിതമായി. തീർച്ചയായും ഞാൻ ആദ്യം സൂചിപ്പിച്ച തരത്തിൽ സോമന്റെ ആ വേർപാട് ഒരു വർഷം പിന്നിട്ടിരിക്കുന്നു എന്നുള്ളത് ചിന്തിക്കാൻ തന്നെ കഴിയുന്ന തരത്തിൽ ആ സഖാവിൻ്റെ വേർപാടുള്ള അഗാധമായ ദുഃഖവും രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തീർച്ചയായും നമ്മുടെ മേഖലകൾ ഇന്നും വളരെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മേഖലകളാണ്. വാഴൂർ സോമൻ എന്ന തൊഴിലാളി നേതാവ് സമൂഹത്തിലെ സർവർക്കും വേണ്ടിയാണ് നിലകൊണ്ടതെന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി എന്നും മാതൃകാപരമായിരുന്നുവെന്നും അദ്ദേഹം അനുസ്മരിച്ചു. AITUC സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് H. രാജീവൻ, ജില്ലാ സെക്രട്ടറി K. ജോസഫ് ഫിലിപ്പ്, ദേശീയ കൗൺസിൽ അംഗങ്ങളായ P. മുത്തുപാണ്ടി, TR ശശിധരൻ, CPI മുൻ ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ, CC മുകുന്ദൻ, മാത്യു വർഗീസ്, D. വിപിനചന്ദ്രൻ, പ്രിൻസ് മാത്യു എന്നിവർ പങ്കെടുത്തു. മുൻ താലൂക്ക് സെക്രട്ടറിമാരായ R. ബോസ്, S. ചന്ദ്രശേഖരപിള്ള, T. മുരുകൻ, CPI ജില്ലാ കൗൺസിൽ അംഗങ്ങളായ VK ബാബുക്കുട്ടി, Y. ജയൻ, കുസുമം സതീഷ്, PJ ടൈറ്റസ്, PJ റെജി, സജിമോൻ, കോൺഗ്രസ് നേതാക്കളായ PK രാജൻ, PA അബ്ദുൾ റഷീദ്, HTDCS പ്രസിഡന്റ് മാത്യു ജോൺ, ശിവഗിരി മഠത്തിലെ സ്വാമി ഗുരുപ്രകാശം എന്നിവരും സംബന്ധിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.